അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ്, ചാനൽ 3Tയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ കൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. ഇന്നൊരു യാത്ര പോവുകയാണ്. ഒരു യാത്രയല്ല, കുറച്ച് ഐറ്റംസ് കൊണ്ടുള്ള യാത്രയാണ്. പെങ്ങളുടെ വീട്, പെങ്ങളുടെ തൃശ്ശൂരാണ് താമസിക്കുന്നത്. അവിടേക്ക് നമ്മുടെ നാടൻ വിഭവങ്ങൾ കൊണ്ട് പോകുമ്പോൾ കൈവീശി പോകേണ്ടത്. അതൊക്കെ ഐറ്റം കൊണ്ട് ചക്ക വേവിക്കാനായിട്ട് തൊലിയൊക്കെ ചെത്തിയതാണ്. ഇത് പഴുപ്പിക്കാൻ, ഇത് പഴുത്ത ചക്ക, മാങ്ങയുണ്ട്, മാങ്കോസ്റ്റിയുണ്ട്, കാന്താരിയുണ്ട്, പഴണയില. പഴുത്ത ചക്കയും കൊണ്ട് അടയുണ്ടാക്കാൻ പഴണയില. ഇപ്പം ഇത്ര ഐറ്റങ്ങളുണ്ട്. അവിടെ ചേച്ചിയുടെ മക്കള്, പിന്നെ അവരെ കൂടാതെ 2 വിശിഷ്ട വ്യക്തികൾ കൂടെ ഉണ്ട്. അവർക്കാണിത് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇന്ന് രാവിലെ ഒരു മഴയുണ്ടായിരുന്നു. നമ്മൾ ട്രെയിനാണ് പോകുന്നത്. പോകുന്നതിന്റെ വിശേഷങ്ങളും അവിടെ എത്തുന്നതിന്റെ വിശേഷങ്ങളെല്ലാം കാണാം. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഓട്ടോയും കൊണ്ട് വന്നു. അപ്പോൾ അവൻ്റെ ഓട്ടോയിൽ പത്തനംതിട്ട വരെ പോകാം. അവിടുന്ന് ബസ് കയറി പോകണം. ഇത് ടുട്ടു വലിയ കലാകാരനൊക്കെയാണ്, മിമിക്രി ആക്ട്രസ് ഒക്കെയാണ്. ഇപ്പം എല്ലാം നിർത്തി വെച്ചേക്കല്ലേ. ഇപ്പം ടിക്ടോക്ക് ഒന്നും ഇല്ലല്ലേ? പണ്ടായിരുന്നില്ലേ? പണ്ടോ? ഒന്നും കാണുന്നില്ല. നമുക്കൊക്കെ അയക്കണ്ടേ? മഴ പെയ്യുന്നുണ്ടോ? അപ്പോൾ ടുട്ടുവിൻ്റെ കൂടെ പത്തനംതിട്ട വരെ പോവാണ്. അപ്പോൾ അടുത്ത കാഴ്ചകൾ ഈ ബസ്സിൽ കയറുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ KSRTCയിൽ നിന്ന് ചെങ്ങന്നൂർ ബസ് കയറി അവിടുത്തെ ട്രെയിനിന് പോകുന്നതായിരിക്കും. അപ്പോൾ പത്തനംതിട്ട KSRTC സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എൻട്രൻസ് എവിടെ അറിയാം? അവിടെ അല്ലേ? ഇപ്പം ചെങ്ങന്നൂരിന് വണ്ടി കാണുമായിരിക്കും അല്ലേ? അതാ, നമ്മുടെ ഓട്ടോ അകത്ത് കയറുമില്ല. പാർക്കിങ്ങിൻ്റെ അതിനൊന്നും പ്രശ്നമില്ലായിരിക്കും അല്ലേ? അതാ. ഇവിടെ അങ്ങാണോ അതിൻ്റെ? പത്തനംതിട്ട KSRTC ടെർമിനൽ, പുതിയ ടെർമിനലാണ്. ഇവിടെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. നിഖിലിൻ്റെ ഓട്ടോയ്ക്കാണ് എത്തിയത്. താനെ ഇറക്കി, ഇനി അവനെ വിടാം. അപ്പോൾ ബ്രോ ഒരു ഹായ് പറഞ്ഞേ നമ്മുടെ വ്യൂവേഴ്സിന്. അതാണ് എന്തായാലും നിഖിൽ സാധനം എടുത്ത് നമ്മളെ സഹായിച്ചു. അവൻ്റെ നല്ല മനസ്സിന് നന്ദി. ഇപ്പം പോവും. ചേച്ചി പറയുന്നു വഴിയിലാണ് വണ്ടി കിടക്കുന്നത്, അല്ല വേറെ വണ്ടി പോകുന്നത്. ബ്രോ നീ ഇവിടെ വെച്ച് ഞാൻ കൊണ്ടുപോയിക്കോളാം. KSRTC ഇവിടോട്ട് വെച്ചോളാം. വണ്ടി കിടപ്പുണ്ടോ? ചെങ്ങന്നൂർ. നമ്മുടെ സാധനം അവിടെ വെച്ചു. ഗായ്സ്, നമ്മൾ പ്ലാൻ മാറ്റി. മൊത്തത്തിലാണ് KSRTC ബസ്സിന് പോകുന്നത് തൃശ്ശൂർ വരെ. KSRTCയുടെ പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പത്തനംതിട്ട ടൗണിനു ഉള്ളിൽ തന്നെയാണ് ഈ ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും അധികം ആളുകൾ ബസ്സിൽ കയറാനായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സീറ്റ് പെട്ടെന്ന് കിട്ടി. മുമ്പത്തെ പോലെ വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ. കാഴ്ചകൾ കാണുക എന്ന ലക്ഷ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ജനലരികിലുള്ള സീറ്റ് ഉറപ്പിച്ചു. ബസ്സിലെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഉയരത്തിൽ ഇരുന്നു കൊണ്ട് പുറംലോക കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പച്ച നമ്പർ പ്ലേറ്റുള്ള ഇലക്ട്രിക് കാറുകൾ, നിരത്തിൽ ഇറങ്ങിയ ഏറ്റവും പുതിയ വാഹനങ്ങൾ, ഫ്രൂട്ട്സ്, പച്ചക്കറി, വഴിയോര കച്ചവടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, നാട്ടിൽ വന്ന ഓരോ മാറ്റങ്ങൾ, ഇവയൊക്കെ ഇത്ര ആസ്വദിച്ച് കണ്ട് ഒരുപാട് നാളായി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് റോഡ് നോക്കി വണ്ടിയോടിച്ചാൽ ഇത്രയൊക്കെ ആസ്വാദനം മിസ് ആകുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്കൂൾ കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകൾ ഇങ്ങനെയുള്ളവരാണ് പ്രധാന യാത്രക്കാർ. കോടയുടെ ചെറിയ ആവരണവും ചൂട് തെല്ലുമില്ലാത്ത കാലാവസ്ഥയുമായിരുന്നു. കാഴ്ചകൾക്കായി ബസിന്റെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴേ മഴത്തുള്ളികൾ മുഖത്തേക്ക് പതിച്ചു തുടങ്ങി. വലിയ മഴയൊന്നുമല്ലാത്തതുകൊണ്ട് തന്നെ ആ ചെറുതുള്ളികൾ ഒട്ടും അലോസരപ്പെടുത്തിയില്ല. അതുമാത്രമല്ല, പുറത്തെ ശബ്ദവും കാഴ്ചകളും കാണണമെങ്കിൽ പുറത്തേക്കു കണ്ണുകൾ നട്ടുകൊണ്ട് ഇപ്പോഴും ജാഗരൂകരായിരിക്കണം. മീനുമായി ഒരാൾ ബസ്സിൽ കയറിയപ്പോൾ എന്താണ് മീൻ എന്ന് ചോദിച്ച അയാളുടെ പരിചയക്കാരനും അതിന് മറുപടിയായി ലഭിച്ചത് മാർക്കറ്റിലുള്ള എല്ലാ മീനുകളുടെയും വിവര പട്ടികയായിരുന്നു. ഇതൊക്കെ ഏത് ഗൂഗിൾ തപ്പിയാലും കിട്ടാത്ത കാര്യങ്ങളല്ലേ? ഇതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ആസ്വദിച്ചിരുന്നു കാണുകയായിരുന്നു. വണ്ടി അല്പനേരം അവിടെ നിർത്തി കുറേ പേർ വണ്ടികളിൽ നിന്നിറങ്ങി നിന്നു.
ചിലർ അവരവരുടെ സീറ്റുകളിൽ തന്നെ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ കാണാനായി തലപ്പുറത്തേക്കിട്ടു നോക്കി. ആനവണ്ടി തൃശൂർ സ്റ്റാൻഡിലേക്ക് അടുക്കുകയാണ്. മനോഹര കാഴ്ചകൾ മാത്രം സമ്മാനിച്ച ആ യാത്രയ്ക്ക് വിരാമമാകുകയാണ്. 4 മണിക്കൂർ നേരത്തെ ഇത്രയും മനോഹരമായ കിടിലൻ യാത്രയ്ക്ക് എനിക്ക് ചിലവായത് 239 രൂപ. ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള യാത്രകൾ നടത്തണം നമ്മുടെ നാടിന്റെ സാധാരണ ജീവിതങ്ങൾ കാണാൻ. നമ്മൾ തൃശ്ശൂരെത്തി. നല്ല ട്രാഫിക് ആയിരുന്നു. 5 മണിക്ക് വരുന്നത് പറയുമ്പോൾ 1 മണിക്കൂർ ലേറ്റ്. തൃശ്ശൂർ എന്നാലും KSRTC അല്ലേ, കുത്തി വളച്ചെല്ലായിടത്തും കയറ്റിക്കൊണ്ടുവന്നു. അതിന് താമസിക്കാതെ ഇങ്ങ് എത്തി. അപ്പോൾ ചേച്ചിയുടെ മകൻ വരുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, എത്തുവാൻ. ഗായ്സ് നമ്മളങ്ങനെ എത്തി, ഇങ്ങനെ വീട്ടിലേക്ക് പോവാണ്. പ്ലാൻ ചീറ്റിപ്പോയില്ലേ, അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. വിൻഡോ എന്നെ കൊണ്ടുവരാൻ വന്നതാണ്. ബേസ്മെന്റിലെത്തി. തുറക്കസീസേ, അടയ്ക്കൂ. വந்தாച്ചേ ഈ വല്യപ്പനേതാ? ചീറ്റി പോയില്ല. പിന്നെ നമ്മളെ തുറക്കടി, എന്തൊക്കെയുണ്ടോ നോക്ക്. മമ്മിക്ക് ആവശ്യമുള്ള സാധനം എടുക്കും. മമ്മിക്ക് ചക്കയാണ് ആവശ്യം. അതാ ഞാൻ തൊലി ചെത്തിയ പപ്പാടെ ഇരിപ്പ് വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇത് എന്തൊക്കെയാണ് പിന്നെ നമ്മള് മാങ്ങ അമ്മയുടെ അത്ഭുതം കണ്ടു. എടി ഇതിനൊരു സംഭവം ഉണ്ട്, നിനക്കറിയാമോ? ഈ 7 അല്ല, ഗായ്സ് എല്ലാം എത്തി. പഴുത്ത ചക്കയല്ല, ഇനി ചക്ക വേവിക്കുന്ന വീഡിയോ എടുക്കാം, പിന്നെ കാണിക്കാം. ഓക്കെ ബായ്. ചക്കയെല്ലാം സെറ്റാക്കി വല്ലപ്പനും കൂടെ പറക്കുക. വല്ലപ്പനും വെല്ലമ്മയ്ക്ക് മതിയല്ലോ, വേറെ ഒന്നിനും വേണ്ടല്ലോ. തിന്നെ മധുരമുണ്ട്, അപ്പോൾ വേവിക്കുമ്പോൾ മധുരമായിരിക്കുമല്ലോ. ഓ നന്നായിട്ട് വിളഞ്ഞോ. ഓക്കെ ബായ്.